ശ്രീ രാധാകൃഷ്ണൻ ചെറുവല്ലേ, UDF കൺവീനറിൻ്റെ പ്രതികരണം താങ്കൾ കേട്ടു. സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഘടകകക്ഷി നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ പ്രതികരണവും കേട്ടു. കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ചത് ഞങ്ങൾ തുടരുകയാണ്, ഒപ്പ് മാറ്റാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വെല്ലുവിളി തീർത്ത ഒന്നായിരുന്നു PM ശ്രീ പദ്ധതിയും അതിൽ ഒപ്പുവെച്ചതുമൊക്കെ. പ്രതിപക്ഷം വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കിയിരുന്നു. അതിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പിൽ വലിയ സമ്മർദ്ദം, വലിയ വെല്ലുവിളി നേരിടേണ്ടിയും വന്നു. എന്നാൽ ഇപ്പോൾ UDF ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും നിലവിലെ പ്രതിപക്ഷത്തിന് LDFന് എന്താണ് അഭിപ്രായമുള്ളത്? ഒന്നാമത് ഈ നുണ പറയുന്നതിന് ഒരു പ്രശ്നമുണ്ട്. നമ്മളീ പറഞ്ഞ നുണകൾ നമ്മൾ തന്നെ കുറേ കഴിയുമ്പോൾ സത്യമാണെന്ന് വിചാരിക്കാൻ തുടങ്ങും. അതൊരു മാനസികാവസ്ഥയാണ്. ഇപ്പോൾ ഈ ഇവിടെ സംസാരിച്ച തദ്ദേശ സ്വയംഭരണ മന്ത്രി ഷാജി, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനാണ് അബ്ദുൽ വഹാബ്, രാജ്യസഭാ MP. അദ്ദേഹം രാജ്യസഭയിലൊരു ചോദ്യം ചോദിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായ ജയന്ത് ചൗധരി കൊടുത്ത മറുപടിയിൽ കേരളം അതിൻ്റെ ഭാഗമായിട്ടില്ല, കേരളത്തിന് വേണമെങ്കിൽ പിന്മാറുന്നതുകൊണ്ട് കോൺസിക്വൻസ് ഇല്ല, ഈ PM ശ്രീയിലെ ഫണ്ടിന് മാത്രം അതിന് തടസ്സമുണ്ടാകും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ഇടതുപക്ഷവും ഇത് വളരെ മുമ്പേ തന്നെ പറഞ്ഞതാണ്. ഇടതുപക്ഷത്തിന് അതിലൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഈ അന്നത്തെ സമഗ്ര ശിക്ഷ അഭിയാനിൻ്റെ ഭാഗമായി 1200 കോടി രൂപ സംസ്ഥാനത്തിന് കിട്ടാതായ ഒരു ഘട്ടത്തിൽ ഈ കരാറിൽ ഒപ്പിട്ടാൽ മാത്രമേ കൊടുക്കൂ എന്നൊരു പൊസിഷൻ കേന്ദ്ര ഗവൺമെൻറ് എടുത്തപ്പോൾ ആ പ്രതിസന്ധി മറികടക്കാനായി ആ ഒരു MOUയിൽ ഒപ്പിട്ടു. ആ MOUയിൽ ഒപ്പിടുക എന്നുള്ളതിന് തന്നെ ഒരു കരാറല്ല. സാങ്കേതികമായി ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറും കേന്ദ്രത്തിന് പ്രത്യേകിച്ച് പ്രസിഡൻറ്റും ഒപ്പിടുന്ന ഒരു കരാർ മാത്രമേ അന്തർ സംസ്ഥാന കരാറുകൾ, സംസ്ഥാനവും സെൻട്രൽ തമ്മിൽ കരാറായി മാറുകയുള്ളൂ. ഒരു കരാറായി മാറിയിട്ടില്ല. MOU എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടുതൽ പരിശോധിക്കാൻ വേണമെങ്കിൽ പിന്മാറാം. ഇതാണ് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ. ആ പൊസിഷനെ കേന്ദ്ര ഗവൺമെൻറ്റിന് ദാസ്യപ്പണി ചെയ്യുകയാണ്, സംഘപരിവാറിൻ്റെ അജണ്ടയാണ് LDF നടപ്പിലാക്കുന്നത് എന്ന് പറയുകയും ഇതിനെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞ ആളുകൾ ഇന്നലെയും ഇന്നുമെല്ലാം കാണിക്കുന്ന സർക്കസ് എത്ര ദയനീയമാണ്. അവർക്ക് എളുപ്പത്തിൽ മാറാം. ഇവിടെ ഒരു പ്രശ്നമുള്ള എന്താണ്, ഈ ഫണ്ട് മാത്രമല്ല പ്രശ്നം. ഐഡിയോളജിക്കലായിട്ട് സംഘപരിവാറിൻ്റെ ആശയങ്ങൾ പേറുന്ന ആളാണ് സതീശൻ. സതീശനും BJPക്കും തമ്മിൽ ഒരു തലയേ ഉള്ളൂ, രണ്ടുടലാണ്. അവർ ഐഡിയോളജിക്കൽ പ്രശ്നമുണ്ട്. അതായത് NEP 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാൻ പല സംസ്ഥാനങ്ങളും വിസമ്മതിക്കുന്നതുകൊണ്ട്, ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട്, അതിനെ മറികടന്നുകൊണ്ട് ആ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കയറാനുള്ള ഒരു ഉപാധിയാണ് ഈ PM ശ്രീ എന്ന് പറഞ്ഞ ആ സ്കൂളുകൾ NEP നടപ്പിലാക്കാൻ വേണ്ടി കുറച്ച് സാമ്പത്തിക സഹായം ചെയ്ത് അത് മോഡലാക്കി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഐഡിയോളജിക്കൽ പൊസിഷനുമായിട്ട് സതീശന് കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് RSSൻ്റെ രഹസ്യ പിന്തുണയോടുകൂടി ജയിച്ച സതീശന് RSS ഈ കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ ഉയർത്തുന്ന, രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ആ ഐഡിയോളജിക്കൽ പൊസിഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഗോൾവൽക്കറുടെ പ്രതിമയ്ക്ക് കീഴിൽ മുട്ടുമടക്കി നിന്ന് കുമ്പിട്ട് നിന്ന സതീശന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയപരമായി RSSൻ്റെ അജണ്ടയോട് യോജിപ്പുള്ളത് കൊണ്ടാണ് മറ്റുള്ള നുണകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദിവസവും ഒന്നിലേറെ നുണകൾ പറയുന്നുണ്ട്. ആ നുണ പറയുന്നുണ്ട് അതിനെ ഏറ്റു പറയുന്നവരായി UDF കൺവീനർ മാറിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ നുണ പറഞ്ഞ് ഈ ഒരു ക്ലിക്കിൽ നിങ്ങൾക്ക് ഏതൊരാളിനും ഒരു ക്ലിക്കിൽ ഈ വിവരം കിട്ടും. അതാണ് കാലം. നിങ്ങൾ പറയുന്ന നുണയ്ക്ക് നാവ് എടുത്ത് അകത്തിടുന്നതിന് മുമ്പ് തന്നെ അത് പൊളിയാൻ തക്കവണ്ണം നിങ്ങൾക്ക് ChatGPTയിൽ കയറി നോക്കാം, ജെമിനിയിൽ കയറി നോക്കാം, ഗൂഗിൾ ചെയ്താൽ കിട്ടും, എല്ലാം നിമിഷം കൊണ്ട് കിട്ടും. അങ്ങനെ ഇരിക്കുന്നൊരു യുഗത്തിൽ, ഒരു കാലഘട്ടത്തിൽ ജെൻസിയും ജെൻ ആൽഫയും വളർത്തുന്ന കാര്യം മനസ്സിലാക്കിയ യുഗത്തിൽ ഈ പണ്ടുള്ള ഏതോ പ്രാകൃത യുഗത്തിൽ ജീവിച്ച മനുഷ്യരെ പോലെ മനുഷ്യരെല്ലാം ഇത് അവരെ പൊട്ടന്മാരാക്കാമെന്നുള്ള തരത്തിൽ ഈ പറയുന്നത് അങ്ങേയറ്റത്തെ അപലപനീയവും അത് സ്വയം പരിഹാസ്യമാവുന്നതും ഈ സ്വയം പറയുന്ന നുണകൾ ഭക്ഷിക്കുന്ന ആളുകളുടെ ദുരന്തത്തിലേക്ക് ഒരു പോവുകയാണ്. ഇന്നലെ വരെ RSSുമായി ഇടതുപക്ഷം രഹസ്യധാരണ ഉണ്ടാക്കിയെന്ന് പറയുന്ന ആളുകൾ എന്തിനാണത് പറഞ്ഞത്? RSSുമായി യഥാർത്ഥ ധാരണ ഉണ്ടാക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിനെ ഭരണത്തിന് പുറത്താക്കാൻ വേണ്ടി എടുത്തൊരു അടവ് മാത്രമാണ്. ഇവരെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളാണ്. ഇത് കേരള ജനതയെ തിരിച്ചറിയും.